നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. നമ്മളിപ്പോൾ ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. ആ ഇക്വേഷൻ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ബയോട്ട്-സവാർട്ട് ലോ വെക്റ്റർ ഫോമിൽ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഈ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോക്കൂ, നമ്മൾ ഐഡിയൽ എന്ന് പറയുന്ന XY എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷനായിട്ടുള്ള ഐഡിയൽ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടെത്താൻ മാത്രമേ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റൂ. അല്ല, വെക്റ്റർ ഡി ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r². ഓക്കെ, അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഇപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഐഡിയൽ കാരണം ഇവിടെയുള്ള ഫീൽഡ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, അപ്പോൾ അത് കണ്ടെത്താനാണ് നമ്മളിതിൻ്റെ വെക്റ്റർ ഫോം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ സ്കേലാർ വാല്യൂവിൽ നിന്ന് വെക്റ്ററിലോട്ട് എത്താം. നോക്കൂ, ഞാൻ ഈ ഇക്വേഷന് നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി ബി ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r². ഇതിൽ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോണ്. ഈക്വൽ ടു μ0/4π into IDL into R sin theta divided by r² into R. എന്താ ചെയ്തത് മനസ്സിലായോ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഞാൻ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ന്യൂമറേറ്റയും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. നമുക്കറിയാം ഒരു ഇക്വേഷന് R/R കൊണ്ടാണ്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് R/R എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഇക്വേഷനിൽ മാറ്റം വരില്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇക്വേഷനിൽ ഒരു ചേഞ്ചും ഇല്ല. ഈ ആറും കട്ട് ചെയ്താൽ നേരെ ഇക്വേഷനിലോട്ട് മടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തത്, പ്രശ്നമില്ല. ഓക്കെ, ഇനി നോക്കൂ, ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π. ഈ IDL എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് എലമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ IDL എന്ന് പറയുന്ന കറണ്ട് എലമെൻറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണല്ലോ IDL. ഓക്കെ, അപ്പോൾ അതിനെ IDLനെ എന്ത് ചെയ്തു, മാഗ്നിറ്റ്യൂഡ് ഓഫ് IDL എഴുതി, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഈ R എന്ന് പറയുന്നത് നോക്കൂ, ഈ കേസിലൊക്കെ എല്ലാം സ്കേലാർ വാല്യൂസ്. R എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വെക്റ്റർ R എന്ന് പറയുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് എഴുതാം. അപ്പോൾ R ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ R ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ബാക്കി ഇവിടെ r² ഇൻറ്റു ആറിനെ ഞാൻ r³ എന്നാക്കി എഴുതി. ഓക്കെ, therefore ഈക്വൽ ടു, നോക്കൂ, if we have a first vector, magnitude of first vector into magnitude of second vector into sin theta. ഇതൊരു പ്രത്യേക ഫോമിൽ എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇതിൽ തന്നെ ഈ തീറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ തീറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് വെക്ടറിൻ്റെ ഇടക്കുള്ള ആംഗിളാണ് അല്ലേ. ഒന്ന് ഏതാണ്, ഐഡിയൽ. ഐഡിയൽ മേലോട്ട്, ഒന്ന് വെക്റ്റർ R. വെക്റ്റർ R ഇങ്ങോട്ട്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറിനുള്ള ഇടക്കുള്ള ആംഗിൾ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സെക്കൻഡ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വെക്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്. ഇഫ് യു ഹാവ് ടു വെക്റ്റേഴ്സ്, വെക്റ്റർ A and വെക്റ്റർ B, then A cross B, magnitude of A cross B is equal to magnitude of A into magnitude of B into സൈൻ തീറ്റ അല്ലേ. ചുരുക്കി പറഞ്ഞാൽ A ക്രോസ് B is equal to AB സൈൻ തീറ്റ. A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാം, ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സെക്കൻഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടക്കുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതേ ആ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π AB സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B. അപ്പോൾ A ക്രോസ് ബിയിൽ A എന്ന് പറയുന്നത് ഇവിടെ ഐഡിയൽ ആണ്, ഒരു വെക്ടർ ഐഡിയൽ ക്രോസ്, രണ്ടാമത്തെ വെക്ടർ വെക്റ്റർ R. ഓക്കെ, മനസ്സിലാക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B കൂടെ AB സൈൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐഡിയൽ ക്രോസ് R ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐഡിയൽ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് R ഇൻറ്റു സൈൻ തീറ്റ. ഇതുപോലെ A ക്രോസ് B ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതിയ പോലെ അല്ലേ. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് സ്കേലാർ പ്രോഡക്റ്റ് ആൻഡ് വെക്റ്റർ പ്രോഡക്റ്റ്, ഐഡിയൽ ക്രോസ് R/R³.
ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ്. ഇപ്പോഴും വെക്റ്റർ ഫോമൊക്കെ എത്തിയിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി ബി ഇസ് ഈക്വൽ ടു ഐഡിയൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി ഇതിനെ വെക്റ്റർ ഫോം ആക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും നിങ്ങൾ ആ വെക്റ്റർ നൊട്ടേഷൻ എടുത്ത് മാറ്റിയാൽ മതി. ദെർഫോർ യു വിൽ ഗെറ്റ് ദ വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. ഓക്കെ, ഞാനിവിടെ എഴുതാം. ഓക്കെ, ദെർഫോർ ഈക്വൽ ടു ഡി ബി. എന്താണ്? ഞാൻ വെക്റ്റർ നൊട്ടേഷന് മാഗ്നിറ്റ്യൂഡ് മാറ്റിയിട്ട് വെക്റ്റർ ഇക്വേഷൻ ആക്കിയതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഐഡിയൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ്. ഓക്കെ, നോക്കൂ, നിങ്ങൾ കറണ്ട് എലമെൻറ്റ് എഴുതുമ്പോൾ ആ ഡി എല്ലിന് മാത്രമാണ് നിങ്ങൾ വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കേണ്ടത്. കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ ലെങ്ത് എലമെൻ്റ് ആണ് വെക്റ്റർ. അതുകൊണ്ടാണ് ഐഡിയൽ എന്ന് പറയുന്ന കറണ്ട് എലമെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയത്. ഓക്കെ, ദെർഫോർ ദിസ് ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. വെക്റ്റർ ഡി ബി ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഐഡിയൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. വീണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെക്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. ഒരു വെക്റ്ററിനെ നിങ്ങൾ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, എ വെക്റ്റർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ്, യു വിൽ ഗെറ്റ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദാറ്റ് ഡയറക്ഷൻ. എ ക്യാപ് അല്ലേ, എ ക്യാപ് ഈസ് റെപ്രസെൻ്റ് എ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് മാറണം. അപ്പോൾ ആ വെക്റ്ററിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതൊരു യൂണിറ്റ് വെക്റ്ററായിട്ട് മാറും. ഞാനിപ്പോൾ എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂമറേറ്ററിൽ വെക്റ്റർ ആർ ഉണ്ട്. ഈ ആർ ക്യൂബ് ഡിനോമിനേറ്ററിൽ ആർ എന്ന് പറയുന്നത് സ്കേലാർ വാല്യൂ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ആർ ക്യൂബിൽ ഒരു ആർ ഇവിടെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ വെക്റ്റർ ആർ ബൈ ആർ എന്ന് വരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ചെയ്യാം. ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഐഡിയൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഈ ആർ ക്യൂബിനെ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് അവിടെ എ ക്യാപ്പ് ചെയ്ത പോലെ ഇവിടെ ആർ ക്യാപ്പ് എഴുതാം. ദെർഫോർ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആർ ബൈ ആർ ക്യൂബിനെ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ആക്കി എഴുതാം. ദെർഫോർ അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പ്, ശ്രദ്ധിക്കുക, ആർ വെക്റ്റർ ആർ ബൈ ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ, അപ്പോൾ പിന്നെ ബാക്കി ഇവിടെ ആർ സ്ക്വയറേ ഉള്ളൂ. കാരണം വെക്റ്റർ ആർ ബൈ ആർ എന്തായിട്ട് മാറി? ആർ ക്യാപ്പായിട്ട് മാറി. റിമൈനിങ് ടേം ആർ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ഡി ബി. മനസ്സിലായല്ലോ? ഞാൻ ഈ ഒരു ടേം കട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഒന്ന് വെക്റ്റർ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ബൈ 4π ഐഡിയൽ ക്രോസ് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ്, ഓർ വെക്റ്റർ ഡി ബി ഈസ് ഈക്വൽ ടു μ0 ബൈ 4π ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ. രണ്ടും ഈക്വൽ ഇക്വേഷനാണ്, സെയിം ഇക്വേഷനാണ്. എന്താ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ് ഐഡിയൽ ക്രോസ് വെക്റ്റർ ആർ ആണ് എഴുതുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ ആർ ക്യൂബ് വരും. അതല്ല ന്യൂമറേറ്ററിൽ ആർ ക്യാപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ ആർ സ്ക്വയർ വരും. എന്താ ചെയ്തത് നോക്കൂ, ആർ ബൈ വെക്റ്റർ ആർ ബൈ ഇതിലത്തെ ഒരു ആർ എടുത്താൽ വെക്റ്റർ ആർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എ യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ ആർ ക്യൂബിൽ ആർ പോയ ബാക്കി ആർ സ്ക്വയറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. എക്സാം ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ബയോട്ട്-സവാർട്ട് ലോ ആൻഡ് റെപ്രസെൻ്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബയോട്ട്-സവാർട്ട് ലോ റെപ്രസെൻ്റ് ഇൻ വെക്റ്റർ ഫോം എന്നോ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ എന്താ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു. എന്തിനാണ് നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതുന്നത്? വെക്റ്റർ ഫോമിൽ എഴുതുന്നത് വെക്റ്റർ പി അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അതിനെ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ വെക്റ്റർ ബി വെക്റ്റർ ഡി ബി ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ റൈറ്റ് സൈഡിലെ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഏതാണോ അതിൻ്റെ ഡയറക്ഷനിലാണ് വരിക. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്, വീണ്ടും പറയണം. വെക്റ്റർ ബി, ഇഫ് വി ഹാവ് എ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് വെക്റ്റർ എ, where lambda is a number or a scalar value, then what about the direction of vector b? Vector b is acting in the direction of
വെക്റ്റർ എ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ക്വാണ്ടിറ്റി ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ റൈറ്റ് സൈഡിൽ വെക്റ്ററിലുള്ള ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ വെക്റ്റർ ഡി ബി ആ സ്മാൾ മാഗ്നിറ്റ്യൂഡ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? ഇവിടെ റൈറ്റ് സൈഡിൽ ഐഡിയൽ ക്രോസ് ആർ ആണ് വെക്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഐഡിയൽ ക്രോസ് ആർ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക? ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക, പി എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ്. എ ക്രോസ് പിയുടെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് വെക്റ്റേഴ്സിൽ. ഓക്കെ, അപ്പോൾ എ ക്രോസ് പിയുടെ മാഗ്നിറ്റ്യൂഡാണ് എ ബി സൈൻ തീറ്റ. എ ക്രോസ് പിയുടെ ഡയറക്ഷൻ കണ്ടെത്താൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയുന്ന റൂൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ എ ക്രോസ് ബി ഈസ് എ വെക്റ്റർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ എപ്പോഴും എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി മേക്സ് എൻ ആംഗിൾ തീറ്റ ആംഗിളുള്ള രണ്ട് വെക്റ്റേഴ്സ് ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ് ഈ രണ്ട് വെക്ടറും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്റ്റർ ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മാഗ്നിറ്റ്യൂഡായി. ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? എ ക്രോസ് ബി ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും 90 ഡിഗ്രിയിൽ വരും, ബിക്കും 90 ഡിഗ്രിയിൽ വരും അല്ലേ? അപ്പോൾ എക്കും ബിക്കും 90 ഡിഗ്രിയിലായിട്ട് നമുക്ക് ഈ ബോർഡിൻ്റെ പ്ലെയിനിൽ ഒരു പുതിയൊരു വെക്റ്റർ വരക്കാൻ കഴിയില്ല അല്ലേ? നോക്കൂ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെക്റ്റർ ബിക്ക് പെർപെൻഡിക്കുലർ, പക്ഷേ അപ്പോൾ ഇത് എക്ക് പെർപെൻഡിക്കുലർ അല്ല. ഇനി അതല്ല, ഞാനിതാ ഏകദേശം എങ്ങനെ കൊടുത്താൽ ഈ വെക്റ്റർ ഇപ്പോൾ എക്ക് പെർപെൻഡിക്കുലർ ആണ്, പക്ഷേ അപ്പോൾ ബിക്ക് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ ഒരേ സമയം തന്നെ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിനിൽ നമുക്ക് എ ക്രോസ് ബി കാണിക്കാൻ കഴിയില്ല. നോക്കൂ, അപ്പോൾ ഇങ്ങനെ ഒരു വെക്റ്റർ ആണെങ്കിലോ, അതാ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഈ വെക്റ്റർ ബിയും ഈ വെക്ടറും തമ്മിൽ 90 ഡിഗ്രി, എയും ഈ വെക്ടറും തമ്മിൽ അതും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എ ക്രോസ് ബി ഈസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി, ഓർ എ ക്രോസ് ബി ഈസ് എ വെക്റ്റർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഫോംഡ് ബൈ എ ആൻഡ് ബി. എയും ബിയും ഉള്ള പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനിൽ 90 ഡിഗ്രിയിലാണ് എ ക്രോസ് ബി ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ ഈ ബോർഡിൻ്റെ പ്ലെയിനിൽ പുറത്തോട്ടോ അല്ലെങ്കിൽ ഉള്ളിലോട്ടോ വരും. അത് എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യുക. എങ്ങനെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യുക? ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിനിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുത്തിട്ട് ഒരു സ്ക്രൂ വെക്കുന്നു. ഓക്കെ, ഇതൊരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ. എന്താണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിൽ അഡ്വാൻസ് ചെയ്യുന്ന സ്ക്രൂവിനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറയാം. നോർമൽ എല്ലാ സ്ക്രൂവും റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്. ചില സ്പെഷ്യൽ സ്ക്രൂ മാത്രമാണ് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അഴിഞ്ഞ് പോരുന്നത്, പിന്നെ ഔട്ട് ഓഫ് ദി ബോർഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ കൺസിഡർ ചെയ്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെയല്ല വെച്ചിട്ടുള്ളത്, ഈ ബോർഡിൻ്റെ പ്ലെയിന് 90 ഡിഗ്രിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എ ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂവിനെ എയിൽ നിന്ന് ബിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. എയിൽ നിന്ന് ബിയിലോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ക്ലോക്ക് വൈസിൽ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താൽ ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ തുളഞ്ഞ് കയറും ഈ സ്ക്രൂ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ക്രോസ് ബി ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്, 90 ഡിഗ്രി വിത്ത് ദ ബോർഡ്. ബോർഡിൻ്റെ പ്ലെയിന് 90 ഡിഗ്രി ആയിട്ട് ഇൻ ടു ദ പ്ലെയിൻ ആയിട്ടാണ് എ ക്രോസ് ബി ആക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്തിട്ട് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ ബി ക്രോസ് ചെയ്യാൻ എടുത്ത് നോക്കൂ. ബി ക്രോസ് എടുത്ത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും നിങ്ങൾ അതേ സ്ക്രൂ ഇവിടെ ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. ഈ ബോർഡിൻ്റെ പ്ലെയിന് 90 ഡിഗ്രി, അഥവാ എയും ബി ഉള്ള ബോർഡിൻ്റെ പ്ലെയിന് 90 ഡിഗ്രി വെച്ചിട്ട് ബി ക്രോസ് എയുടെ ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്യുക? ബിയിൽ നിന്ന് എയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ബിയിൽ നിന്ന് എയിലോട്ട് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താൽ ആ സ്ക്രൂ അങ്ങനെ അഴിഞ്ഞ് പോരും, അഥവാ ഇങ്ങോട്ട് വരും. ഓക്കെ, ദർഫോർ ബി ക്രോസ് എ ഈസ് ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, എ ക്രോസ് ബി ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ്, അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണേണ്ട മെത്തേഡ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ, ആ മോഡലുള്ള ഇക്വേഷൻ എവിടെ വരുന്നു അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ആ ഒരു മെത്തേഡ് നമുക്ക് എങ്ങനെ ഈ വെക്റ്റർ ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടെത്താൻ യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ എന്ത്, ഈ ഒരു ഐഡിയൽ കാരണം ഈ പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ യൂസ് ചെയ്യാം. എങ്ങനെ നോക്കാം? നമുക്കറിയാം വെക്റ്റർ ഡി ബി ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐഡിയൽ ക്രോസ് ആർ. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്തണം. അപ്പോൾ ആദ്യം ഐഡിയൽ എന്ന് പറയുന്ന ഡയറക്ഷൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ഐഡിയൽ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൽ മേലോട്ട്. അപ്പോൾ അതിന് പാരലായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു ഐഡിയലിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഐഡിയൽ. ഇനി നമുക്ക് എന്ത് വേണം? വെക്റ്റർ ആർ. വെക്റ്റർ ആർ എന്നാണ് ഇതിൻ്റെ ഈ കറണ്ട് കാരിയും കണ്ടക്ടറിൻ്റെ സെൻട്രലിൽ നിന്ന്
ഈ പോയിന്റിലോട്ട്. അതാണ് വെക്റ്റർ ആർ. ആ വെക്റ്റർ ആറിൻ്റെ ഡയറക്ഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. ഇതാണ് വെക്റ്റർ ആർ. വെക്റ്റർ ആർ. ഓക്കെ, ഇതിനൊക്കെയുള്ള ആംഗിൾ തീറ്റ. ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ ഇവിടെ നിങ്ങൾ ഐ ഡി എൽ ക്രോസ് ആർ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്തിട്ട് ഐ ഡി എല്ലും ആറും, അഥവാ ഇവിടെ എയും ബിയും ഉള്ള പ്ലെയിൻ എന്ന് പറഞ്ഞ പോലെ ഐ ഡി എല്ലും ആറും കിടക്കുന്നത് ഇപ്പോൾ ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ്. അപ്പോൾ ആ ബോർഡിൻ്റെ പ്ലെയിന് 90 ഡിഗ്രിയിൽ പിടിച്ചിട്ട് ഐ ഡി എല്ലിന് ആറിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഐ ഡി എല്ലാണ് ഇത്, ആർ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക മീൻസ് ഏതാണ്, ക്ലോക്ക് വൈസിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്താൽ സ്ക്രൂ ഉള്ളിലോട്ടാണ് പോകുക. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? എ ക്രോസ് ബിയുടെ മെത്തേഡ് നമുക്ക് എവിടെ എ ക്രോസ് ബി ഫോമിൽ ഏത് ഇക്വേഷനിൽ വന്നാലും നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ ഈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് പോയിന്റിലാണോ നിങ്ങളോട് ഫീൽഡ് കാണാൻ പറഞ്ഞത് ആ പോയിന്റിൽ നിങ്ങൾ ഐ ഡി എൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഐ ഡി എൽ ക്രോസ് ആർ ഏത് ഡയറക്ഷനാണ് നോക്കുക. ഐ ഡി എൽ ക്രോസ് ആർ ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാം. പി എന്ന് പറയുന്ന പോയിന്റിൽ വെക്റ്റർ ഡി ബിയുടെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ പിന്നെ ഈ മാഗ്നറ്റിസത്തിലൊക്കെ കൂടുതലും നമ്മൾ ഡിസ്കഷനിൽ വരുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോർഡിന് 90 ഡിഗ്രിയിൽ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസും വരും. അപ്പോൾ അത് നമ്മൾ ഈ ബോർഡിൽ മാർക്ക് ചെയ്യാനുള്ള 2 മെത്തേഡാണ്, ക്രോസ് കൊടുക്കുക അല്ലെങ്കിൽ ഡോട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ക്രോസ് ആയാലും ഡോട്ട് ആയാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. നിങ്ങളെ നോട്ടിൽ പറയുകയാണെങ്കിൽ ആ ബോർഡ് നോട്ടിൻ്റെ പ്ലെയിന് 90 ഡിഗ്രിയിൽ വരുന്ന വെക്റ്റർ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ അങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഡി ബി എന്ന് എഴുതി. അപ്പോൾ അതിനർത്ഥം ദർ ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ. ഇനി അതല്ല 90 ഡിഗ്രിയിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ദർ ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഈ ഡോട്ടും ക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, നമ്മളിപ്പോൾ ആരോൻ്റെ ടിപ്പാണ് കാണിക്കുന്നത്. ഒരു ആരോ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഫെതേർഡ് എൻഡ് ടെയിൽ ഉണ്ടാവും, അതുപോലെ ഇവിടെ ഷാർപ്പ് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ആരോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരെ പെർപെൻഡിക്കുലറായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഷാർപ്പ് പോയിൻ്റാണ് കാണുക. അതുകൊണ്ടാണ് ഈ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോട്ട് ഇൻഡിക്കേറ്റ് എ വെക്റ്റർ ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതല്ല നമ്മൾ ഈ ഒരു ആരോ ഉള്ളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫേസ് ചെയ്യുമ്പോൾ ഈ ക്രോസ് ആണ്, ബാക്ക് സൈഡാണ് കാണുക, അത് ക്രോസ്. അപ്പോൾ ക്രോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എ വെക്റ്റർ ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ, ഡോട്ട് ഇൻഡിക്കേറ്റ് എ വെക്റ്റർ ആക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എന്താ, ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ബയാർഡ്സ് സവാർട്ട് ലോ ഈ പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഈ ഐ ഡി എല്ലിനും ആറിനും 90 ഡിഗ്രിയിൽ ഇൻ ടു ദ പ്ലെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് കണ്ടെത്താൻ നമുക്ക് ഈ വെക്റ്റർ ഇക്വേഷൻ, ദിസ് ഈസ് ദ സ്കേലാർ ഫോം ആൻഡ് ദിസ് ഈസ് ദ വെക്റ്റർ ഫോം. μ0 സ്കേലാർ ഫോം ഞാൻ ഒന്നുകൂടെ പറയാം, ഡി ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആൻഡ് ഇൻ വെക്റ്റർ ഫോം വെക്റ്റർ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ ക്രോസ് വെക്റ്റർ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് അല്ലെങ്കിൽ ഐ ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഞാൻ നേരത്തെ എഴുതിയിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതേ കേസിൽ തന്നെ ഈ സെയിം കറണ്ട് ക്യാരി കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ നിങ്ങളൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ ഐ ഡി എൽ എന്ന് പറയുന്ന ഈ കറണ്ട് എലമെൻറ്റിൽ നിന്ന് ഇതേ ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ കൺസിഡർ ചെയ്തു. നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് പി ഈ പോയിന്റിലാണ്. അപ്പോൾ ഐ ഡി എൽ ഇങ്ങോട്ട് തീറ്റ, ഈ ആംഗിൾ ഒന്നും ഒരു മാറ്റമില്ല, ആകെ ഉള്ളത് ഒന്ന് റൈറ്റ് സൈഡിലുള്ളത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷന്, മാഗ്നിറ്റ്യൂഡ് ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറിയിട്ടില്ല, അതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. പക്ഷേ ഡയറക്ഷൻ നോക്കൂ നിങ്ങൾ, ഡയറക്ഷൻ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ.
എന്ത് ചെയ്യുക, ഞാൻ അവിടെ കാണിച്ച അതേ മെത്തേഡ് യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് വെക്റ്റർ ഡി ബി കാരണം μ0/4π ഐഡിയൽ ക്രോസ് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വെക്റ്റർ ഡി ബി പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഐഡിയൽ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐഡിയൽ നോക്കുക, കറണ്ട് മേലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഞാൻ അത് ഇവിടെ മാർക്ക് ചെയ്തു ഐഡിയൽ. ഇനി എന്ത് ചെയ്യാം, ക്രോസ് ആർ വെക്റ്റർ ആർ എന്ന് പറയുന്ന ഈ പോയിന്റ്, ഈ കറണ്ട് എലമെൻറ്റിൻ്റെ മിഡ് പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പിയിലോട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വെച്ചാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇതാ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, വെക്റ്റർ ആർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്തിട്ട് ഐഡിയൽ നിന്ന് ആറിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ പിടിച്ചിട്ട് ഐഡിയൽ നിന്ന് ആറിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഇതാ ഏതാണ് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ അത് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ദർഫോർ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ദാറ്റ് ഈസ് ഇങ്ങനെ വരും കണ്ടോ. ഇവിടെ ക്രോസും ഇവിടെ സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ഡി ബി ഔട്ട് ഓഫ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് വരിക, ക്ലോസ്ഡ് ലൂപ്പായിട്ട് ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് പോയിട്ട് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഈ രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു കേസ്, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ആയി ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വയർ. അപ്പോൾ ഇതിൽ ഇതേ ആക്സിസിൽ നിങ്ങളൊരു പോയിന്റ്, നമ്മൾ നേരത്തെ ഇവിടെ കൺസിഡർ ചെയ്ത പോയിന്റ് നേരെ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ്, വാട്ട് അബൌട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ്, യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് നോ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറണ്ട്. എന്താ കാരണം, ഇവിടെ ഇപ്പോൾ ഐഡിയലിൻ്റെ ഡയറക്ഷൻ കറണ്ട് മേലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ ഐഡിയൽ ഇങ്ങോട്ട്, അതുപോലെ തന്നെ പിന്നെ നിങ്ങളൊരു ഐഡിയൽ എന്ന് പറയുന്ന കറണ്ട് എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഐഡിയലും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് ദിസ് ഡയറക്ഷൻ, രണ്ടും ഒരേ ഡയറക്ഷനിൽ വരും, വെക്ടർ ആറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് ആർ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് സൈൻ തീറ്റ സൈൻ 0 എന്ന് വരും ബൈ ആർ സ്ക്വയർ. ദർഫോർ സൈൻ 0 ആയതുകൊണ്ട് ന്യൂമിനേറ്റർ 0 ആയതുകൊണ്ട് 0. ദാറ്റ് ഈസ് ദർ ഈസ് നോ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ കണ്ടക്ടർ. അതേ പോയിന്റ് പി പറയുന്ന പോയിന്റ് 90 ഡിഗ്രിയിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സൈൻ 90 വരും. സൈൻ 90 വരുമ്പോൾ മാക്സിമം വാല്യൂ വരും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയറിന് 90 ഡിഗ്രിയിലുള്ള ഒരു പോയിന്റിലാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് സൈഡ് വരിക. അലോങ് ദ ആക്സിലോട്ട് വരുമ്പോഴേക്ക് ഫീൽഡ് സ്ട്രെങ്ത് ദാറ്റ് ഈസ് ഡിക്രീസ് ടു 0 എന്ന് മനസ്സിലാക്കുക.